നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് വിവിധതരം പനികൾ പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 652 പേർക്ക്. എരുമപ്പെട്ടി വെള്ളറക്കാട് 2 വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ചു. വെള്ളറക്കാട് മുളയ്ക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ 2 വയസ്സുള്ള മകൾ അമ്മയെയാണ് മരിച്ചത്. സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസ്രിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൊടുങ്ങല്ലൂരിൽ വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വിവിധതരം പനികൾ പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 652 പേർക്കാണ്. പനിബാധിതരുടെ രോഗവിവര കണക്കുകൾ ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. എരുമപ്പെട്ടി വെള്ളറക്കാട് 2 വയസ്സുകാരി കിണറ്റിൽ വീണു മരിച്ചു. വെള്ളറക്കാട് ചിറമനങ്ങാട് മുളയ്ക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ 2 വയസ്സുള്ള മകൾ അമ്മയെയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കുഞ്ഞിനെ വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനാ സംഘം കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസ്രിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൊടുങ്ങല്ലൂരിൽ വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ചരിത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തിന് മാത്രമല്ല, ഭാവിയുടെയും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഭിന്നിപ്പിൻ്റെ ആശയം വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധം തീർക്കാൻ സാധ്യമാകുന്ന ഒരു ചരിത്രമാണ് മുസ്രിസിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രം. ഇവിടെ അവശേഷിക്കുന്ന സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി 2006 മുസ്രിസ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഒരു കൺസെപ്റ്റ് പ്ലാൻ തയ്യാറാക്കി. സ്മാരകങ്ങൾക്കൊപ്പം അത് നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതി ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു ഈ പദ്ധതിയുടെ രൂപകൽപ്പന. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി ചരിത്രപരമായ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് കരുതുന്ന ചേരമാൻ പള്ളിയുടെ തനതായ ശൈലിക്ക് അനുയോജ്യമല്ലാത്തതും സമീപകാലത്തായി നിർമ്മിച്ച വിവിധ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കിയാണ് മുസ്രിസ് പദ്ധതിയിലൂടെ 1,13,00,000 രൂപയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു. സപ്തതി കഴിഞ്ഞ അംഗങ്ങൾക്ക് സ്നേഹാദരവും സൗജന്യ ക്ലിനിക്കൽ പരിശോധനയും നൽകി. പ്രസിഡന്റ് AR രാമദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കാശി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ഭരണസമിതി അംഗങ്ങളായ സലീം കാട്ടകത്ത്, സുരേന്ദ്രബാബു എന്നിവർ വയോജനങ്ങൾക്ക് വുളൻ ഷാൾ നൽകി ആദരിച്ചു. രവിചന്ദ്രൻ, ആബിത, അബ്ദുറഹിമാൻ, ഹരിഹരൻ, അബ്ദുൽ ഖാദർ, P. വേലു എന്നിവർ പ്രസംഗിച്ചു. എന്നുള്ളൊരു പേടിയൊന്നും അങ്ങനെ പല ആൾക്കാരും നമ്മൾ കാണുമ്പോൾ മനസ്സിലാകാത്ത പല ആൾക്കാരും ഈ 70കളുടെ നിറവിൽ നിൽക്കുന്ന ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാനും സന്തോഷം പങ്കിടാനും നിങ്ങളെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുവരുവാനും നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുള്ളത് ഒന്ന് നോക്കാനും നമ്മൾ ഈ പരിപാടി സ്വീകരിച്ചത്. ഇത് വളരെ എന്താ പറയുക ഔപചാരികം വേണ്ട എന്നുള്ള നിലയിലാണ് മോൾ ഒഴിവാക്കി. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് പല ആൾക്കാർക്കും 2 കോണിപ്പിടിയിൽ കയറാൻ പ്രയാസം ഉണ്ടാകാമായിരിക്കാം. മാള പോലീസ് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ആദരവ് ഇരിങ്ങാലക്കുട DYSP MC കുഞ്ഞിമോൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പല സ്ഥലങ്ങളിലും ഏതായാലും മാളയെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ഇരിങ്ങാലക്കുട സബ് ഡിവിഷനിലെ സ്റ്റേഷൻ പരിധിയിൽ ഏറ്റവും നല്ല മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്ന സ്ഥലവും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ആവശ്യമുള്ള പോലീസിന്റെ സഹായങ്ങളും നൽകുന്നതിൽ മോണിറ്ററിംഗ് കമ്മിറ്റി സമുദായ നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമുദായ നേതാക്കൾ തന്നെ ഒരു ദീർഘമായിട്ട് ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ സ്റ്റേഷൻ പരിധി അടങ്ങുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക്
ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും വ്യക്തമായി ഈ സമയത്ത് ഈ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് പറയുന്നത് വിദ്യാർത്ഥികളോട് മാത്രം ബന്ധപ്പെട്ട് ഈ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. മാള SI CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഉദയൻ മറ്റത്തിൽ KK രാജു, NK പ്രേമവാസൻ, KS ശിവകുമാർ, KS സന്തോഷ്, ജനീഷ് കുറ്റിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാള തൂപ്പേലി ക്ഷേത്രാങ്കണത്തിൽ ഓണത്തിന് ഒരു കുടന്ന പൂവും ഒരു മുറം പച്ചക്കറിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AA അഷ്റഫ്, വാർഡ് മെമ്പർമാരായ ലിസി സേവ്യർ, അമ്പിളി സജീവ്, ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ, സെക്രട്ടറി രാജു അറപ്പാട്ട്, വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ, നിശാന്ത് മുരളി, പ്രതാപ് ഇല്ലത്ത്, വിപിൻ ശാന്തി, ബിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വിവിധതരം പനികൾ പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 652 പേർക്ക്. എരുമപ്പെട്ടി വെള്ളറക്കാട് 2 വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ചു. വെള്ളറക്കാട് മുളയ്ക്കൽ വീട്ടിൽ സുരേഷ് ബാബു, ജിഷ ദമ്പതികളുടെ 2 വയസ്സുള്ള മകൾ അമ്മയെയാണ് മരിച്ചത്. സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസ്രിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൊടുങ്ങല്ലൂരിൽ വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.